ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോകട്ടെ. നമുക്ക് കഴിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല, നിങ്ങൾ നോക്കാം. ചക്കക്കുരു 35 എന്നാണ് ഞാൻ പേര് കൊടുത്തോണം. എന്തിനാ 35 എന്ന് കൊടുത്താൽ വെച്ചാൽ ഇപ്പോൾ ചിക്കൻ 65 എന്ന് പറഞ്ഞ മാതിരി ചക്കക്കുരുത്ത് കുറുത്ത് മാത്രം, കാരണം 35 ചക്കക്കുരയ്ക്ക് കിട്ടിയുള്ളത്, അതുകൊണ്ടാണ് പേര് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ച നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വളരെ രസകരമായി തിന്നാവുന്ന, പക്ഷെ എന്താ സാധനം മനസ്സിലാവില്ല, ആണ് പ്രത്യേകത. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് അത് എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ചക്കക്കുരാണ്. ചക്കക്കുരു തൊലി കളയാനാണ് ഏറ്റവും പാട്, നമുക്കറിയാം. അപ്പോൾ തൊലി കളയാൻ വേണമെന്ന് ആലോചിക്കേണ്ടത് നിങ്ങൾ ഒരു കുക്കറിൽ ഇതിന് മുകളിൽ ചക്കക്കുരു ഇട്ടതിന് ശേഷം അതിന് മുകളിൽ വെള്ളം നിൽക്കാവുന്ന വിധത്തിൽ ചക്കക്കുരു ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിലേക്ക് അതിനെ എയർ കളഞ്ഞ് നമ്മളത് തണുത്തോളത്ത് കഴുകി എടുത്തു കഴിഞ്ഞാൽ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ തന്നെ തൊലി പോവും. പിന്നെ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ചക്കക്കുരു. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞുതരാം. ഇതൊക്കെ ആക്കി വയ്ക്കുക കേട്ടോ. ഇതിലെ പണി വരാനുള്ള എളുപ്പവഴി പറഞ്ഞു തന്നെ കേട്ടോ. ഇനി നമുക്കിത് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കുറച്ച് സബോളയുണ്ട്, അതായിട്ടിട്ടു. സബോള മാത്രമായാലും മതി, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ അല്പം ചെറുള്ളിയും കൂടി ആക്കിയാൽ വളരെ നന്നായിട്ട്. അത് രണ്ടും ആക്കി വെക്കുക. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്, ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. അതും ഇതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ പച്ചമുളക് അല്പം എരിവുള്ള മുളക് ഞാൻ അധികം എടുത്തിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് വേപ്പില ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇടുക. അല്പം മല്ലിയില ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഇല്ലാണ്ട് വെച്ചോട്ടെ. ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ നന്നായി. അപ്പോൾ ഒരേറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടത് ഒന്നുകിൽ കടലമാവ്, മൈദമാവ്. കടലമാവാണ് കുറച്ചുകൂടി നല്ലത് ടേസ്റ്റ് കിട്ടാൻ. ആ കടലമാവ് ഇതിലേക്ക് ഇടുക. ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി, അധികം വേണമെന്നില്ല. കടലമാവ് ഇട്ടു. പിന്നെ കാശ്മീരി എന്തിനാണെങ്കിൽ ഇരാതി ഉണ്ടാവും, ഇല്ല പക്ഷെ നല്ല കളർ കിട്ടുകയും ചെയ്യും. അത് ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ അതിലേക്ക് ഇടുക. കുറച്ച് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ. പിന്നെ ഒരു ക്രിസ്മസ് കിട്ടാനായിട്ട് അല്പം അരിപ്പൊടി, പറ്റുമെങ്കിൽ അല്പം മസാല ഉണ്ടെങ്കിൽ അതും കൂടി എല്ലാം ഇടുക. മസാല മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് പിന്നെ ആവശ്യം നോക്കിയിട്ട് ഉപ്പിടുക. നമ്മൾ ചക്കൂര് ഉണ്ടാക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ഇടുക. ഞാൻ ഏകദേശം ഒരു അളവ് ഇട്ടാവണം, പിന്നെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ എല്ലാ പൗഡറും നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ഇനി അതൊന്ന് കൈ ഉപയോഗിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് എല്ലാം ഇതിലേക്ക് വരണ്ടേ, എല്ലാം കൂടി മിക്സ് ചെയ്യണ വിധത്തിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്നും മിക്സിങ് വരണ്ട. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വരുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തിലേക്ക്, ഏകദേശം ഈ ഭാഗത്തിലേക്ക് ആക്കി കൊണ്ടുവരണുണ്ട്. അത്രേ വേണ്ടു. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇടാം. ഇനി വർക്ക് കഴിഞ്ഞു. ഇനി ഏകദേശം ഒന്നും ആയിട്ടില്ല, ആയി തുടങ്ങി, ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ കുറേശ്ശെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ആയി തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് കഷ്ണം ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് വലിപ്പം വയ്ക്കേണ്ട, അപ്പോൾ നമുക്കത് ആവാൻ ബുദ്ധിമുട്ടും. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് പരിപ്പോടെ സ്റ്റൈലാക്കണം, പരിപ്പോടെ ഉണ്ടാക്കാം. പക്ഷേ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഉണ്ടാക്കണേ, അപ്പോൾ അതിൻ്റെ ലെവലിൽ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം മതി നമുക്ക്. അപ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഇത് ഒരു പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതായിട്ടാണ്. കാര്യം പറയാൻ മറന്നുപോയി. അത് നമ്മൾ നന്നാക്കിയ ചക്കക്കുരു നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരയൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ ഒരു കിരിപ്പ് കിട്ടണമെങ്കിൽ ഒന്നും അല്ലാണ്ട് നൈസാവരുത് കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറിയല്ലോ. കുറച്ച്
അപ്പോൾ നമ്മളിതിൽ 4-5 പച്ചമുളകും ഇത്തിരി വേപ്പിലും എടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ അത് കഴിക്കേണ്ട ഒരു ചെറിയ ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പ്രോഗ്രാം അവസാനിച്ച പോലെ വാടി കിട്ടുന്നില്ല ആള്. ഒന്ന് വാടി കിട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് വാടി അതിന് മുകളിൽ നിന്ന് എനിക്ക് ഇട്ട് കൊടുക്കും. കൂടിയൊക്കെ ബാക്കിയുണ്ട്. അത് ചെല്ലുമ്പോൾ ആ വേപ്പിലര മണം ചെല്ലുമ്പോൾ അതിന് പ്രത്യേക രസമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല നോക്കിയിട്ട് ഒക്കെ പാകമാണ്. ഇത് കഴിച്ച് നോക്കിയാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലേ ഒരാൾക്കും പറയാൻ പറ്റില്ല എന്തുകൊണ്ടുണ്ടാക്കുന്നത്. അവരോട് ചോദിച്ചു നോക്കുക അത് എന്തായിട്ടെന്നുള്ളത്. സാധ്യത കുറവാണ്. എന്നാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താണെന്ന് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.